തിരുവനന്തപുരം കിളിമാനൂർ തട്ടത്തുമലയിൽ ടാങ്കർ ലോറി മറിഞ്ഞ് ഇന്ധന ചോർച്ച. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. മേഖലയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. വീടുകളിൽ തീ കത്തിക്കരുതെന്ന് മുന്നറിയിപ്പ്. പരിക്കേറ്റ ഡ്രൈവറെയും ക്ലീനറെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. AV ജയശങ്കർ കിളിമാനൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, എന്താണിപ്പോൾ ഒടുവിലത്തെ വിവരം? വേണു, നിലവിൽ ഈ ടാങ്കർ ഉയർത്താനുള്ള ശ്രമം തുടരുകയാണ്. ഈ IOCയുടെയും ഫയർഫോഴ്സിന്റെയും ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ടാണ് ഇതിനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അല്പസമയം മുമ്പ് ഈ ടാങ്കറിൽ നിന്നുള്ള ഇന്ധന ചോർച്ച പൂർണ്ണമായും ഫയർഫോഴ്സ് നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. അപകട സാധ്യത നിലവിലില്ല. എന്തായാലും കാര്യങ്ങൾ ഫയർഫോഴ്സിന്റെ നിയന്ത്രണത്തിലാണ്. ഉച്ചയോടുകൂടി ഈ ടാങ്കർ ഈ കുഴിയിൽ നിന്ന്, ഈ തോട്ടിൽ നിന്ന് ഉയർത്താൻ സാധിക്കുമെന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പുലർച്ചെ 2:30 കൂടിയാണ് ഈ ടാങ്കർ ലോറി കുഴിയിലേക്ക് മറിയുന്നത്. രാത്രിയായിരുന്നു അപകടം. ആ സമയത്ത് തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഇടപെട്ടു. പ്രദേശത്തെ വൈദ്യുതി ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ വിച്ഛേദിച്ചിട്ടുണ്ട്. പ്രദേശത്ത് തീയും മറ്റും കത്തിക്കുന്നതിന് ഫയർഫോഴ്സ് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഫയർഫോഴ്സ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഈ ടാങ്കർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കുഴിയിൽ നിന്ന് ഉയർത്താൻ സാധിക്കുമെന്നാണ് ഫയർഫോഴ്സ് പ്രതീക്ഷിക്കുന്നത്. IOCയുടെയും മറ്റും ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. കാര്യങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം ഈ ടാങ്കറിൽ നിന്ന് പൂർണ്ണമായും ഇന്ധനം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റാനാണ് IOC നിലവിൽ ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളും നടത്തുന്നുണ്ട്. ടാങ്കറിൽ നിന്നും ഏകദേശം 30% ഇന്ധനം ചോർന്നുപോയി എന്നാണ് നിലവിൽ IOCയുടെ നിഗമനം. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഇന്ധനം മറ്റൊരു ടാങ്കിലേക്ക് മാറ്റും. അപകടകരമല്ലാത്ത രീതിയിൽ ഇന്ധനം മാറ്റി ടാങ്കർ സുരക്ഷിതമായി പുറത്തെത്തിക്കാം എന്നാണ് നിലവിലെ കണക്കൂട്ടൽ. ഇതുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വേണു, ജയശങ്കർ, എപ്പോഴേക്ക് ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കും? അതുപോലെ തന്നെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടല്ലോ തീ കത്തിക്കരുതെന്നൊക്കെ. അതൊക്കെ എപ്പോഴേക്ക് പൂർവ്വസ്ഥിതിയിലാകുമെന്നാണ്? അതായത് വേണു, ഉച്ചയോടുകൂടി ടാങ്കർ ഉയർത്താൻ സാധിക്കുമെന്നാണ് നിലവിൽ ഫയർഫോഴ്സ് പറയുന്നത്. ഈ ടാങ്കർ ലോറി ഒരു തോട്ടിലേക്കാണ് മറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളും മറ്റും തോട്ടിലേക്ക് ലയിച്ചതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള അപകടം ഒഴിവായി. പ്രദേശത്ത് വലിയ രീതിയിൽ ഈ പെട്രോൾ തങ്ങിക്കിടക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകട സാഹചര്യം നിലവിലില്ല. പക്ഷേ ഈ ടാങ്കർ ഉയർത്തിയതിനു ശേഷം മാത്രം, പൂർണ്ണമായി ഉയർത്തി ഇതിനു ശേഷം മാത്രമേ പ്രദേശത്തെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയുള്ളൂ. ഇന്നലെ രാത്രി ഏകദേശം 3 മണിയോട് കൂടി തന്നെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം KCB വിച്ഛേദിച്ചിരുന്നു. രാവിലെ ഒന്നും പ്രദേശത്ത് കറണ്ടില്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പൂർണ്ണമായും ഈ ടാങ്കർ ഉയർത്തി ഫയർഫോഴ്സിന്റെ കൂടി ഒരു ക്ലിയറൻസ് ലഭിച്ച ശേഷം മാത്രമായിരിക്കും KCB പ്രദേശത്തെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുക. വേണു, ശരി. AV ജയശങ്കറാണ് കിളിമാനൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.